ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ കാണുന്നുണ്ട് നമ്മുടെ കോഴികളുടെ ഒത്തൊരുമയുടെ പണിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു വായയുടെ മൂറാണ്. ഇനിയിപ്പോൾ സീനില്ലത് കേടായ വായ കേടായതുകൊണ്ട് സീനില്ലത്. അപ്പോൾ പിള്ളേർ അങ്ങനെ ഒത്തൊരുമയുടെ തുടങ്ങിയ പണിയാണ്. ഇതേ വായ തിന്ന് ഒരു വായ ഓടിച്ചിട്ട് ചെറിയ തൈ ഓടിച്ചിട്ട് അപ്പോൾ ഇത് ഗുഹ കണക്കാക്കിയാണുള്ളത്. അമര് തിന്നുന്നതാണല്ലേ വായയുടെ ചെവിടെല്ലാം തിന്ന് ഗുഹ കണക്കാക്കേണ്ട. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വായ കൊണ്ടാണ് അമര് തിന്ന് തീർക്കും. എന്തായാലും അത് സീനില്ല, കേടായ വായ പോയത്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഓക്കെ, നിങ്ങളിത് ഇത് കണ്ട, ഇത് ഇന്നലെ ഓടിച്ചിട്ടതാണ്. ഞാൻ ഇന്ന് രാവിലെയാണ് ഈ വായ കണ്ടത്. സംഭവം ഇന്നലെ ഈ മരം തിന്നതാണ്. അപ്പോൾ അതെ അതിന്റെ ചെവിടുണ്ട്, അതെ തിന്ന് ഗുഹ കണക്കാക്കി വെച്ചിട്ടുണ്ടേ. അതിന്റെ ചെവിട് ഫുള്ളി ഉമ്മാര് തിന്ന് അവിടെ ഒരു ഗുഹ പണി വെച്ചിട്ടുണ്ടല്ലേ. ആ വായ ഇന്ന് രാവിലെ ഒടിഞ്ഞു വീണ് കണ്ടല്ലേ. അതുപോലെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഒരു വായ ഉണ്ടായിരുന്നു, വലിയ വായായിരുന്നു ഗൈസ്. ഇവിടെ കറക്റ്റ് ഇവിടെ ആയിട്ടൊരു വലിയ വായ ഉണ്ടായിരുന്നു. ആ വായ ഇമാര് തിന്ന് തീർന്നത് ഓടിച്ചിട്ട് അതിന്റെ ഇലകളാണ് നിങ്ങൾ കാണുന്നതല്ലേ. ആ വായ മൊത്തം ഉമ്മാര് തിന്ന് തീർത്ത്. അതാണ് ഈ ഇവന്മാരുടെ പവർ. അപ്പോൾ അടുത്ത വായ ഓടിച്ചിട്ട് അവിടെ ഒരു വായ കഴിഞ്ഞ ദിവസം ഓടിച്ചിട്ട് അങ്ങനെ പിള്ളേരും ഫുള്ള് സീനാണ്. അടിപൊളി. നമ്മുടെ അടുത്ത ചിങ്ങന്റെ വായ ഇമാർ ഓടിച്ചിട്ട് ഗൈസ്. ഇതേ അടുത്ത് ചിങ്ങന്റെ തയ്യ ഓടിച്ചിട്ട് കണ്ട പിള്ളേരുള്ള വായ മൊത്തം തിന്നങ്ങ് തീർക്കുകയാണ് ഇരുന്നത്. എന്താ ചെയ്യാൻ? ഞാൻ 2 ദിവസം കൊണ്ട് ഈ വായ ഞാൻ മൂടി വെച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് ഞാൻ അവിടെ തുറന്നു വെച്ചത് ഇമാർ തിന്ന് തീർത്തതാണല്ലേ. അങ്ങനെ നമ്മുടെ വീട്ടിലെ വായകളുടെ കാര്യത്തിലെല്ലാം തീരുമാനമായിട്ടുണ്ട്. കൈരളി എന്നൊരു ഇനമാണ് ഇത് മലയാളി. ഇപ്പം 2 മാസമായി വാങ്ങിയിട്ട് അതിന്റെ കുർത്തക്കേറാണ് ഇത് മാർക്കാനല്ലേ. ഉള്ള വായ മൊത്തത്തിൽ തീർത്ത്. അപ്പോൾ ഗൈസ് ബൈ.